ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, ബലാത്സംഗത്തിന് ഇരയാക്കി പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ നേത്രാവതി നദിക്കരയിലെ കാട്ടിനകത്ത് കുഴിച്ചിട്ടു. 1998-നും 2014-നും ഇടയിലാണ് ഇത് സംഭവിച്ചത്. 100-ഉം 500-ഉം ഒന്നുമല്ല, 1000-ഓളം നേക്കഡ് ഡെഡ് ബോഡീസ്, അതും സ്ത്രീകളുടേതാണ്. പോലീസിൽ പരാതിപ്പെട്ടയാൾ തലയോട്ടിയുമായിട്ടാണ് സ്റ്റേഷനിൽ കയറി ചെന്നത്. മൃതദേഹങ്ങൾ മറവ് ചെയ്തില്ലെങ്കിൽ അയാളെയും തട്ടിക്കളയും എന്നായിരുന്നു ഭീഷണി. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് അയാളത് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കഥ വികസിച്ചത്. ഒരു സസ്പെൻസ് ത്രില്ലറിന് പറ്റിയ തിരക്കഥ. തിയേറ്ററിലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസം ഓടിയേനെ. പക്ഷേ തിരശീലയ്ക്ക് വെളിയിൽ തിരക്കഥ പൊട്ടിപ്പാളീസായില്ലേ? അതായി അനിൽ, അത് സംശയമില്ല. ബിക്കോസ് ഈ കോൺട്രവേഴ്സി തുടങ്ങിയപ്പോൾ ഞാൻ ഹൈദരാബാദിൽ ആയിരുന്നു അന്ന്. ഹൈദരാബാദിൽ ഞാനൊരു 3 തെലുങ്ക് ന്യൂസ് ചാനൽസിന് ഒരു 1-to-1 ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ ഞാൻ ധർമ്മസ്ഥലയുടെ ഒരു ഹിസ്റ്ററിയും കൊണ്ടാണ് പുറപ്പെട്ടത്, അതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട്. ബിക്കോസ് കുറേ പേർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടും. ഒരു ദിഗംബർ ജെയിൻ സെക്റ്റാണ് ഇവർ ഹിന്ദുസ് എന്ന് പറയാൻ പറ്റില്ല, ദിഗംബർ ജെയിനാണ്. ജെയിൻസ് ഓഫ് കോഴ്സ് ഹിന്ദുക്കളാണ്. കേരളത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ ജെയിൻസ് ആയിരുന്നു. കേരളത്തിൽ കുറേ മന്ദിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇവർ ഒരു ദിവസം 50,000 പേർക്കാണ് അന്നദാനം കൊടുക്കുന്നത്. അതല്ലാണ്ട് ഈ ധർമ്മസ്ഥലയുടെ വീരേന്ദ്ര ഹെഗ്ഡെ എന്നാണ് അദ്ദേഹമാണ് കുറേ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നടന്നത്. കർണാടകത്തിലെ എല്ലാ മഠങ്ങൾക്കുള്ളതാണ്. കർണാടകത്തിൽ ഏത് മഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാനുള്ളത് മെഡിക്കൽ കോളേജ് ആവട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ഡിഗ്രി തൊട്ട് സ്കൂൾ വരെ. അതിൻ്റെ ഒരു ത്രെറ്റാണ് കുറേ അവിടെ ഇസ്ലാമിക്, സ്പെഷ്യലി ഇസ്ലാമിസ്റ്റ്. നമുക്ക് ഈ ഏരിയ ധർമ്മസ്ഥലയുടെ ഏരിയ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 16 പള്ളികൾ വന്നിട്ടുണ്ട്. ഈ പള്ളികളെല്ലാം ഒരു ലാസ്റ്റ് ഒരു 5 തൊട്ട് 8 കൊല്ലത്തിലാണ് പള്ളികളെല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ വെറും ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് സെർച്ച് ചെയ്താൽ മതി, കിട്ടും നമുക്ക്. അപ്പോൾ ഈ പള്ളികൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഈ പള്ളികളുടെ പിന്നിൽ ആരാണ് കാശ് ഇറക്കിയിരിക്കുന്നത്? ഈ ധർമ്മസ്ഥല ഉള്ളത് വരെ അവർക്ക് ആ ഏരിയയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ക്ലിയർ ആയിട്ട് ഇവർക്ക് അറിയാം. അപ്പോൾ ഈ പള്ളികളെ ഈ സ്പോൺസർ ചെയ്യണത് വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണോ മിഡിൽ ഈസ്റ്റിൽ നിന്നാണോ? കാശ് എവിടുന്നാണ് വരുന്നവർക്ക്? ഇതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ബിക്കോസ് ഈ ഒരു മിസ്സിംഗ് കേസിൽ ഞാൻ പറഞ്ഞ മാതിരി ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഷെർലോക്ക് ഹോംസ് എപ്പോഴും ചോദിക്കും, ഹൂ ബെനിഫിറ്റ്സ് ഫ്രോം ദിസ് മർഡർ എന്ന് ചോദിക്കും. ഈ കൊലപാതകത്തിൽ നിന്ന് ആർക്കാണ് ഒരു ബെനിഫിറ്റ് എന്ന ഷെർലോക്ക് ഹോംസിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. അവിടുന്നാണ് സ്റ്റോറി തുടങ്ങുക. ഞാനും തന്നെ ചോദിച്ചു, ഇതിന്ന് ആർക്കാണ് ബെനിഫിറ്റ്? ഓബ്വിയസ്ലി ബെനിഫിറ്റ് വരുന്നത് വീരേന്ദ്ര ഹെഗ്ഡെയും ധർമ്മസ്ഥല എന്നുള്ളൊരു തീർത്ഥക്ഷേത്രത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് മാലിഫൈഡ് ആയിട്ട് അവരെ ഒരു തരം കരുതി തേച്ച് അവരെ കംപ്ലീറ്റ് മാലിഫൈഡ് ആക്കുക, കംപ്ലീറ്റ് ഇൻസൾട്ട് ചെയ്യുക അവർ. അപ്പം ആർക്കാണ് ബെനിഫിറ്റ്? അവിടെയുള്ള അടുത്തുള്ള ബാക്കി പുതിയതായിട്ട് വന്ന പള്ളികളും വേറെ കുറച്ച് സെക്യുലർ ആയിട്ടുള്ള പാർട്ടികളും ഉണ്ട് അവിടെ, അവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ കേസിൽ തുടക്കം തൊട്ട് അനിൽ അറിയാം, ഒരു 2 പേര് കാണാണ്ടായ, വേണ്ട 10 പെൺകുട്ടികളെ കാണാണ്ടായ ഒരു മിസ്സിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്യും. ഒരു പെൺകുട്ടിയായാലും ഫയൽ ചെയ്യും. പക്ഷേ ഈ കേസിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളെ കാണാണ്ടായിട്ടും എങ്ങനെയാണ് ഒരു മിസ്സിംഗ് റിപ്പോർട്ട് അവിടെ വരാണ്ടിരുന്നത്? അതാണ് ഫസ്റ്റ് ചോദ്യം ചോദിക്കേണ്ടത്. പോലീസിന് എന്താണ് ആരും കംപ്ലൈൻറ്റ് ചെയ്യാണ്ടിരുന്നത്? ഈ പെൺകുട്ടികൾ ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്നതായിരിക്കില്ലേ? അവർ മിസ്സിംഗ് ആണെങ്കിൽ അവർ അമ്മയോ അച്ഛനോ പോലീസ് കേസ് കൊടുക്കും. ശരി, 10 പേര് ചിലപ്പോൾ 2 പേര് കൊടുത്തില്ല എന്നിരിക്കാം, പക്ഷേ ബാക്കി 8 പേര് എന്തായാലും കൊടുക്കുമല്ലോ. എന്താണ് ഈ കേസിൽ വരാണ്ടിരുന്നത്? അതാണ് ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എൻ്റെ നേരെ വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അതെനിക്കറിയാം എവിടുന്ന വന്നതെന്നെല്ലാം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പേരുകൾ കണ്ടാൽ അറിയാം. അതല്ലാണ്ട് അവരോരോ ID വെച്ചിട്ട് അവരെന്നെ അറ്റാക്ക് ചെയ്ത് അവർ ചോദിച്ചത്, നിങ്ങളെന്തിനാണ് ഇയാളെ വീരേന്ദ്ര ഹെഗ്ഡെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത്? ഞാൻ ആരെയും ഡിഫെൻഡ് ചെയ്യല്ല. ഒരു ലോജിക്കലായിട്ടുള്ള ഞാനൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. മിസ്സിംഗ് ഈ പെൺകുട്ടികളുടെ റിപ്പോർട്ട് എന്താ ഇല്ലാത്തത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ റിപ്പോർട്ട് എന്താ ഇല്ലാത്തത്? പിന്നെ ഈ ഒരാൾ വന്നപ്പോൾ ഫസ്റ്റ് അയാളുടെ എവിഡൻസ് സിദ്ധരാമയ്യ ആക്സെപ്റ്റ് ചെയ്തു. ഇതിൻ്റെ കർണാടകത്തിലൊരു പൊളിറ്റിക്സ് ഉണ്ട് അനിൽ. ഇതിൽ ഈ DK ശിവകുമാർ ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു. നമുക്ക് തുടക്കം തൊട്ടാണ് അറിയാം. DK ശിവകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തു ചാടരുത്, ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ട്. പക്ഷേ സിദ്ധരാമയ്യ സമ്മതിച്ചു കൊടുത്തില്ല. നമുക്കറിയാം സിദ്ധരാമയ്യ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അവിടെ. ഇപ്പം ഏത് എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിദ്ധരാമയ്യക്കാണ് അവിടെയുള്ള
കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് സിദ്ധരാമയ്യക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു അടുപ്പാണ്. ആരാണ് സെൻട്രൽ ഗവൺമെൻറ് കോൺഗ്രസ് ലീഡർഷിപ്പ് എന്ന് ഈ കർണാടകത്തിൽ ഈ ഒരു എൻക്വയറി നടത്തണം എന്ന് പറഞ്ഞ ഓർഡർ കൊടുത്ത് ഇതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് തന്നെ. അവിടുന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അത് കെട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കറിയാം അത് SDPI ആണോ ആരാണോ എന്ന് മനസ്സിലാവും അവിടുന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത്.